മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ.വി. തോമസിൻ്റെ ധർമ്മപത്നി മരിച്ചു. ധർമ്മപത്നി മരിച്ചതിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ആ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിതിൻ അംബുജൻ ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പറയൂ നിതിൻ. കെ.വി. തോമസിന്റെ വീട്ടിൽ അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി കെ.വി. തോമസിനെയും അതോടൊപ്പം തന്നെ കെ.വി. തോമസിന്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ കണ്ട് ആശ്വസിപ്പിച്ച് ഏറെ നേരം മുഖ്യമന്ത്രി കെ.വി. തോമസുമായി അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ കെ.വി. തോമസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ കെ.വി. തോമസിന്റെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കെ.വി. തോമസിന്റെ ഭാര്യ ഷെർലി തോമസ് അന്തരിച്ചത്. ഇന്നലെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ എത്തി ഇവിടെ കെ.വി. തോമസിനെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. കെ.വി. തോമസും അതോടൊപ്പം തന്നെ മക്കളും മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. അപ്പോൾ തന്നെ ഏറെ നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഷെർലി തോമസ് കെ.വി. തോമസിൻ്റെ ഭാര്യ മരിച്ചു. അതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. കുറച്ചധികം നേരം അദ്ദേഹം പിണറായി വിജയൻ കെ.വി. തോമസിനൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു.